ഇപ്പോഴത്തെ ഞാൻ പിന്നെ സൈലത്തിന് ന്യൂസിൽ കണ്ടത് ഫിസിക്സ് വാല കമ്പനി അക്വയർ ചെയ്തു 50% ഓഫ് ദാറ്റ്. ആ ഒരു പ്രോസസ് കോൺവെർസേഷൻ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ആക്ച്വലി ലൈക്ക് ഞങ്ങള് ഇപ്പം 2 year ബാക്ക് നമ്മൾ അതിന് പോകുന്ന സമയത്ത് അലോകമായിട്ട് മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ? അങ്ങനെ പരിചയമില്ലായിരുന്നു. ആക്ച്വലി നമുക്കിപ്പം ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി ഇപ്പം കാലിക്കറ്റ് ടൗണിൽ നമ്മളൊരു ബിൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, നമ്മുടേതായ ക്യാമ്പസ് ബിൽഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ നമ്മൾ അത്രയും ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ കാര്യം നമ്മൾ വേറൊരു ഫണ്ടിങ് അതുവരെ എടുത്തിട്ടില്ല. ഒരു ഫണ്ട് നമ്മൾ എവിടെ നിന്നും ചെയ്തില്ല. ഫ്രം സീറോ ഇൻ മൈ ഹാൻഡ് ആണ് ഞാൻ ആ ബിസിനസ് എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. 1 ലക്ഷം പോലും എന്റെ കയ്യിലില്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നത് ആ ബിസിനസ് തുടങ്ങുന്ന പോയി. ബട്ട് വി ആർ പ്രോഫിറ്റബിൾ ബിക്കോസ് നമുക്ക് ഈ എഡ്യൂക്കേഷൻ ബിസിനസിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സെഗ്മെന്റിൽ നമുക്ക് ഇനിഷ്യലി തന്നെ എന്ത് ചെയ്യും, കുട്ടികൾ ഫീസ് അടയ്ക്കുന്നതുകൊണ്ട് തന്നെ വി ക്യാൻ റൺ ദാറ്റ് സിസ്റ്റം. പക്ഷെ ബ്രേക്ക് ഈവൻ ഒരു 10% അല്ലെങ്കിൽ 5% എബിറ്റയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനൊരു ഫണ്ടിന്റെ ആവശ്യത്തിനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, പല രീതിയിൽ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇൻവെസ്റ്റർ ബാങ്കിങ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചു. ആളാണ് എന്ത് ചെയ്തത്, പലയിടത്തും പ്രപ്പോസൽ അയച്ചു പോയി. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആളുകൾക്കും പ്രപ്പോസൽ അയച്ചു. മീൻസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ളവർക്കും സ്ട്രാറ്റജിക് ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്തു, പ്രപ്പോസൽ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയച്ച സമയത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഫിസിക്സ് വാല എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഡിസ്കഷനിൽ നമ്മൾ തമ്മിൽ ഫിസിക്സ് വാല അതിന് മുമ്പ് എനിക്കറിയാം. ബിക്കോസ് ഞാൻ എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും ഞാൻ എന്ത് ചെയ്യും, അതിന് മുമ്പേ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, പോകാറുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തതാണ്, ഈ നമ്മളുടെ സെയിം പ്ലേ ബുക്ക്, സെയിം അലൈൻമെന്റ് അവർക്കുണ്ട്. ഒരേ രീതിയിൽ കുട്ടികളുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഒരേ രീതിയിൽ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഒരേ രീതിയിൽ കുട്ടികളെ സ്നേഹിക്കുന്നു, ഒരേ രീതിയിലേക്ക് ഇപ്പം അലക് പാണ്ഡെ എങ്ങനെയാണോ കുട്ടികളുമായി സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓരോ ടീച്ചേഴ്സും സംസാരിക്കുന്നു. അപ്പം അവരുടെ മൈൻഡ് സെറ്റും കുട്ടികൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുമായിട്ട് അലൈൻഡ് ആണ്. പിന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഡിസ്കഷൻ സ്ട്രാറ്റജിക് ആയിട്ട് ഇവർ വരുന്ന സമയത്ത് എന്റെ ടെക്നോളജി പാർട്ട് കുറച്ചും കൂടെ അവർ സോൾവ് ആക്കാൻ പറ്റുമായിരുന്നു. കാര്യം ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെക്കിൽ ഏറ്റവും മെയിൻ സാധനമാണ് ടെക്നോളജി. അപ്പൊ നമുക്കൊരു ഇൻഹൗസ് അത്രയും മെമ്പർ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്ടിക്കായിരുന്നു ആ സമയത്ത്. ബിക്കോസ് എനിക്കൊരു ടെക്നോളജി ഒരു ബാക്ക്ഗ്രൗണ്ടോ, ഞാൻ MBBS കഴിഞ്ഞിട്ടാണല്ലോ ഇതിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് ഈ പറയുന്ന പോലെ ബിസിനസ് മാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അവിടുന്ന് വരുന്ന സമയത്ത് എനിക്ക് ടെക്നോളജി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിസിനസ് എനിക്ക് പഠിച്ചെടുക്കാൻ ടെക്നോളജി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ടീച്ചർ എനിക്ക് അതിൽ അക്കാഡമിക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിലും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തപ്പം അപ്പൊ അവരുടെ ആ ഒരു റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ദേ ഹാവ് ഫണ്ട്, ദേ ആർ ലൈക്ക് ആ സമയത്ത് എന്താണ് ഇനഫ് ഫണ്ട് ഉണ്ടായിരുന്നു, ദേ ഗോട്ട് ഫണ്ടിങ്. അപ്പൊ എല്ലാം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ സമയത്ത് അവർക്ക് ഇവിടെ റൺ ചെയ്യാനും പറ്റില്ല. ബിക്കോസ് എൻട്രി ബാരിയർ ഇസ് സോ ഹൈ. ഇതൊരു സർവീസ് ഓറിയന്റഡ് ബിസിനസ് ആണ്. അപ്പം പുറത്തുനിന്ന് ഒരാൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ലാംഗ്വേജ് അറിയാതെ ഈ ഒരു സ്ഥലത്തേക്ക് സർവീസ് ഓറിയന്റഡ് ബിസിനസ് കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർ രണ്ടുപേരും നോക്കുമ്പോഴത്തേക്കും വി ടുഗദർ വിൽ വർക്ക്. കാര്യം അവര് നോർത്ത് ഇന്ത്യ ദേ വിൽ ടേക്ക് കെയർ, വി വിൽ ടേക്ക് കെയർ ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പൊ ഒരു കോമൺ ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഒരു പാൻ ഇന്ത്യൻ എടെക് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എന്ത് ചെയ്യാണ് ഒരു ഇറ്റ്സ് ലൈക്ക് എ മാരേജ് ആയിരുന്നു രണ്ടുപേരും തമ്മിലുള്ള. അപ്പൊ അതാണ് അവിടെ നടന്നതെന്ന് പറയുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായി, എങ്ങനെ വർക്ക് ചെയ്യണം, അവരെന്തൊക്കെ സപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൻഡ് വി ഹാവ് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഒരു പബ്ലിക് ലിസ്റ്റഡ് ആദ്യത്തെ ഒരു എടെക് ഫേം ആയി മാറണം എന്നുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് IPO പ്ലാൻസ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മുടെ ആരാണോ നമ്മുടെ IPOക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് എല്ലാം ഇപ്പൊ അതിന്റെ പ്രോസസ്സിങ്ങിലാണ് നമ്മൾ ഇപ്പം ടോട്ടലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് അക്കൗണ്ട്സ് ടീം ബാക്കിയുള്ള ഞങ്ങൾ സ്റ്റിൽ ഓൺ സ്റ്റുഡന്റ് സൈഡ് അക്കാഡമിക്സ് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ